മതിയായി പോയി നിൽക്കും. കയറുന്നില്ല. കഴിഞ്ഞോ? നെക്സ്റ്റ് ബാബു അച്ചമ്മ, സാലി ഷീല and all please come. ബാബു അച്ചമ്മ, ഷീല, സാലി please come. ഓക്കെ, ഇനിയും തടത്തിൽ ജോസും കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാമോ? കിഴക്കമുറിയിൽ ബാബു ആൻഡ് ഫാമിലി, പടിഞ്ഞാറത്തിൽ ബെന്നി, ബാബു, ഓൾ പ്ലീസ് കം. ബാബുവാ, സുസമേന്തി താഴേക്ക് പോയപ്പോൾ എവിടെ പോട്ടോ? ഇവിടെ ഇപ്പം ആരും ഇല്ലയോ? ഞാൻ വിളിച്ച ആരും ഇല്ലേ ഇവിടെ? എന്നാ പോട്ടോ. താഴ്മറിൽ അമ്മിണിയമ്മ ഉണ്ടോ? അമ്മിണിയമ്മ ഉണ്ടല്ലോ. അമ്മിണിയമ്മയും ഗ്രേസിങ് വന്നേ, അളിയനും കൂടെ ഉണ്ടോ? പോയെങ്കിൽ they all gone. ഓക്കെ, കൊല്ലവിടെ നിന്ന് അമ്മിണിയമ്മൻ അളിയനും തീങ്ങോട് വന്നേ. എന്ത് ക്രിസ്റ്റി കുഞ്ഞുമോൾ ആൻഡ് ലീലാമ്മ പ്ലീസ് കം ഫോർവേഡ്. ക്രിസ്റ്റി കം. ക്രിസ്റ്റി അമ്മിണിയമ്മ ഉണ്ട്. ബാബു ഒന്ന് വിളിച്ചു. അളിയനും മുന്നോട്ട് കയറുന്നില്ല. ക്രിസ്റ്റി പ്ലീസ് കം ഫോർവേഡ്. കുഞ്ഞുമോൾ ആൻഡ് ലീലാമ്മ പ്ലീസ് കം. ഉണ്ടോ? ഇപ്പം തന്നെ വിളിക്കാം. അല്ല, അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ മുന്നോട്ട് കയറുന്നില്ലയാ. അവരുടെ എടുത്തോ? ആരാ? കഴിഞ്ഞോ? ഓക്കെ, ശൂരനാട്ടൊന്ന് ശമലുട്ടി അവർക്ക് വന്നേ. അവിടുന്ന് ആരൊക്കെയാ? കലയറുത്തല്ലേ? അല്ല, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അച്ഛാൽ അങ്ങോട്ട് മാറ്റിയിരുന്ന അവിടെ മാറിയിരുന്നേക്കൊന്നു. അത് ആളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് മാറ്റി അല്ല, അവിടെ പോയിരിക്കട്ടെ. ഇല്ല, അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് എന്തിയാ കലവരം പ്ലീസ്. മുന്നിട്ട് അടുത്ത് കയറിയില്ല. ഓരോരുത്തരുടെയും പേരെനിക്ക് പ്രത്യേകം അറിയത്തിലുണ്ടായി. ചൂരനാട്ടുള്ള ശമലുട്ടിയുടെ റിലേറ്റീവ്സ്, മേരിക്കുട്ടിയുടെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞത് പ്ലീസ്.
ഓക്കെ, താങ്ക്സ്. ബാംഗ്ലൂരിൽ നിന്ന് അച്ഛൻ വന്ന എന്ത്? ബാംഗ്ലൂരിൽ നിന്ന് ഷീനാസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ബ്രദേഴ്സ് പോയോ? Bangalore, Chama. Come on. Shina's father, mother, and brothers. ഓക്കെ, പിന്നെ ഞാൻ ഓൺ മക്കളെ ഒന്ന് വിളിച്ചോട്ടെ. ജോളി, ലിസി ബേബിക്കുട്ടി അഞ്ചുണ്ടോ? ആരൊക്കെയുണ്ട്? ലിസി ബേബിക്കുട്ടി മുന്നോട്ട് വന്നേ. അവനോട് പോയി. അല്ല, ആദ്യം അല്ല, അത് ഒന്നിച്ച് കൊള്ളത്തില്ല. ലിസി ബാ എവിടാ അവര് അപ്പൊ സ്റ്റാൻഡ് നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് എടുക്കും. ലിസി ബേക്കുട്ടി ചിലറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ജോളി ആൻഡ് മേരിക്കുട്ടി, അത് കഴിഞ്ഞ് ഐസി ആൻഡ് ജോയിക്കുട്ടി, ജബോയ്, ജിജി ആൻഡ് വൈഫ്. മക്കൾ ലിസി ഇങ്ങോട്ട് വാ. മേരിക്കുട്ടി എവിടെ വിളിക്കാം? ഓർഡർ അനുസരിക്കണം. ഓർഡർ അനുസരിക്കണം. ഓർഡർ അനുസരിക്കണം. കഴിഞ്ഞോ? ഓക്കെ. ജോളി, മേരിക്കുട്ടി ഫ്രണ്ടിലോട്ട് വന്നേ. മേരിക്കുട്ടി പ്ലീസ്. ജോയിക്കുട്ടി, അനീഷയുടെ പോയി അങ്ങോട്ട് ചെല്ലോ. Joy is there.
ഓക്കെ. ഇനിയും ജോലിക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സ് വല്ലവരുണ്ട്? ആരുമില്ല, പറഞ്ഞ ലിസ്റ്റ് ആരുമില്ല. പുറകോട്ട് മാറ സംഗതി പിടിക്കുന്ന പുറകോട്ട് പിടിക്കുന്നു. ആരും പിടിച്ചോണ്ട് വിളിക്കണ്ട പാടി. അച്ഛനാണോ കോന്നി പോയോ? പിന്നെ ഇവിടെ ഇരിക്കുമല്ലായിരുന്നോ? ഇത്ര നേരത്തെ കണ്ടില്ലയോ, പറഞ്ഞില്ലയോ? കയറുന്നില്ല ബാബുവല്ല, ബാബു അല്ലേ? കുഞ്ഞുവാൻ ഫ്രം പന്തളം, പ്ലീസ് കം ഫോർവേഡ്. ചെങ്ങുന്നേരം പപ്പാന്തി. അല്ല, ഈ വരുന്ന പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെന്ന് എന്നിട്ട് അവർ ഓരണത്ത് പോയി നിൽക്കുന്നത് എന്തോന്ന്. സോറി, ഇവിടെ അടുത്തതിൽ സാറേ കൊണ്ട് എൻ്റെ അടുത്തല്ല, അവിടെ നിൽക്കേണ്ടത്. അവിടെ ഇരുന്നോട്ടെ. കഴിഞ്ഞോ? ജോജി ഉണ്ടോ? ജോജി അച്ഛനും മോനും ജോലിയില്ല.
ബാബു പ്ലീസ് കയറിയില്ലടാ, അവൻ്റെ കൺട്രോൾ ചെയ്യണ്ട നേരത്തെ ഓനോട് കയറില്ല ഷാജിയല്ലോ ശരി യുഗാൻ സാർ ഇല്ല പോയി സാർ മോളെടുത്തായിരുന്നല്ലോ മോളെടുത്ത് Sindhu, please come. ഞങ്ങളുടെ കുടുംബത്തിലെ ലിസൺ ആചാര്യ റവറൻസ് KJ Samuel, please come forward, including മറ്റേ അച്ഛൻ്റെ പേരറിയാൻ ക്ഷമിക്കണം, അച്ഛനോട് പറഞ്ഞു. ഞാൻ എന്റെ എടുത്തില്ല, എന്റെ എടുത്തില്ല. അത് നിർത്തിയാ കൊള്ളാം. ബഹുമാനപ്പെട്ട KS സാമുവൽ അച്ഛൻ ഇപ്പോൾ ആശ്വാസവാചനങ്ങൾ പറയുന്നത്രേ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ ആദരണീയനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ KJ സാമുവൽ അച്ഛൻ, എൻ്റെ പേര് KS സാമുവൽ അച്ഛൻ എന്ന. ഞാൻ അച്ഛനെ പരിചയപ്പെട്ടത് നമ്മുടെ പേര് രണ്ടുപേരും ഒന്ന് തന്നെയാണല്ലോ. സന്തോഷം പങ്കിടുകയുണ്ടായി. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ഈ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുകയും വാത്സല്യത്തോടെ കാണുകയും ചെയ്യുന്നതായ പ്രിയ ജോയിക്കുട്ടിയുടെ മദറിലോ ഐസിയുടെ അമ്മ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം എനിക്ക് അവസരം ലഭിച്ചത് അതൊരു വലിയ ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. ക്രിസ്മസിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾക്ക് വൈദികർക്ക് ഒത്തിരിയേറെ തിരക്കുള്ളൊരു സന്ദർഭം, വിവാഹം, അതുപോലെ ശവസംസ്കാരം, കല്യാണ ഉറപ്പ് എന്ന് വേണ്ട എല്ലാം ഒത്തിരി 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 കാര്യങ്ങൾ ഇങ്ങനെ അനുസ്യൂതം ഇങ്ങനെ തല്ലി നിൽക്കുന്നൊരു സമയമാണ്. എനിക്ക് ഈ അമ്മച്ചിയുടെ ശവസംസ്കാരത്തിൽ വന്ന് ശുശ്രൂഷപ്പാട് കടപ്പാട് ഞാൻ പിന്നീട് പറയാം. അത് ഞാനൊരു ഭാഗ്യമെന്ന് പറയാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല. ഇന്ന് രാവിലെ ഒരു വിവാഹ ശുശ്രൂഷ എൻ്റെ വെൺമണി എനിക്ക് ബന്ധമുള്ളതായ ഒരു സഹോദരന്റെ മകന്റെ വിവാഹമായിരുന്നു. അതുപോലെ ഇടുക്കി ഭദ്രാസനാധിപതി മാത്യൂസ് മാർ തേവദോസ് സിനിമയുടെ സഹോദരൻ 55 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ശവസംസ്കാരമാണ് ഇതേ സമയത്ത് തന്നെ. പ്രിയ ഐസി എന്നോട് ഈ മരണവാർത്ത വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സംഘർഷമായി. എങ്ങനെ ഇതിലൊന്ന് വന്ന് സംബന്ധിക്കുന്നത്? ഞാൻ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് സിനിമ തിരുമേനി
എനിക്ക് ഇങ്ങനെയുള്ള ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതായ വലിയൊരു ഉത്തരവാദിത്തം ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടെ ഇന്നലെ രാത്രിയിൽ ഒരു 7 മണി കഴിഞ്ഞ ശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ഒന്ന് അരികുപുറത്തെ ഒരു പിതാവിന്റെയും അതുപോലെ ഈ അഭിനയ തിരുമേനിയുടെ സഹോദരന്റെയും ഭവനം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് പോരുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാനിടയാണ്, അല്ലെങ്കിൽ വരുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു ദാനവും ഈ കുടുംബത്തോട് പ്രത്യേകിച്ചും ഈ ഐസിയോടും ജോയിക്കുട്ടിയോടും മറ്റുള്ള സഹോദരങ്ങളൊന്നും എനിക്ക് അത്ര വേണ്ടവണ്ണമെന്നും അറിയാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ആ ഒരു വലിയ കടപ്പാടും ബന്ധവും നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദോഹമാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ വികാരിയായി ഒരു കാലഘട്ടം ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. അന്നാണ് ഞാൻ കൂടുതൽ പ്രിയ ജോയിക്കുട്ടിയെയും ഐസിയും ഒക്കെ മനസ്സിലാക്കുന്നു, പരിചയപ്പെടുന്നു. ആ ഇടവകയുടെ നട്ടലായിട്ട് ആ ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിയ ജോയിക്കുട്ടിയും ഐസിയും അതുപോലെ സഹോദരൻ കടന്നുപോയ ജോണും ആ കുടുംബമൊക്കെ ചെയ്ത ആ സേവനങ്ങളെ ഞാൻ ഒത്തിരി ഹൃദയസ്പർശയായിട്ട് തന്നെ ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അങ്ങനെയുള്ള ഒരു വലിയൊരു അനുഭവത്തിലൂടെ ഒരു വലിയ സഹോദര ബന്ധം അതുപോലത്തുള്ളതായ ഒരു വലിയ ബന്ധങ്ങളിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇവിടെയായി. അപ്പൊ അത്തരത്തില് അവരുടെ അമ്മ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഒന്ന് സംബന്ധിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു നിർവൃതിയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു സന്തോഷകരമായ കാര്യമാകാൻ പറയുന്നതിൽ ഒട്ടും അതിശയോക്തി ഒന്നും കലർന്നിട്ടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്തു. വാത്സല്യമുള്ളവര്, ഈ പ്രിയ അമ്മച്ചി 92 സംവത്സരം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് കടന്നു പോവുകയാണ്. 3 മണിക്ക് ആ ശുശ്രൂഷ ആരംഭിക്കുന്ന അച്ഛനെ തന്നെ ഓർമ്മിപ്പിച്ചത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മരണം ഒരു ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാവും. പ്രിയപ്പെട്ടവരെ, കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അത് ദുഃഖകരമായ വ്യസനകരമായ യാതൊരു സന്ദേഹവും യാതൊരു സംശയവുമില്ല. പക്ഷെ അന്നേരത്തെ സന്ദർഭങ്ങളിൽ ആര് നമ്മളെ ആശ്വസിപ്പിക്കും, ആര് നമ്മളെ ബലപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ക്രിസ്തീയ ദർശനത്തിൽ വ്യക്തമായ ദൈവത്തിന്റെ വചനമാണ്, ദൈവമാണ് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഭയപ്പെടുത്തുവാനായിട്ടുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിലെ അനേക വാസസ്ഥലമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വീണ്ടും ദൈവത്തിന് വചനം ഓർമ്മിപ്പിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നുള്ളതായ ആശ്വാസത്തിന്റെ വചനം പങ്കിടിയില്ല. അതുകൊണ്ട് ഈ പ്രിയ കുടുംബത്തിലുള്ളവർക്ക് ഒരു ദൈവമുള്ള കൂടി ഞാൻ ഈ കുടുംബത്തിന്റെ ഒരു ഐഡന്റിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർക്ക് അവരെ അറിയാവുമെന്ന് എനിക്കറിയാൻ മേല. എന്നോട് പറഞ്ഞത്, അച്ഛാ, ഒരു പഴയ ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് ഇത് എന്ന് അവരെന്നോട് പറഞ്ഞു. എനിക്കത് സന്തോഷം തോന്നി. അത് ഞാൻ ഈ പ്രിയ അവരുടെ മക്കളുടെ സ്വഭാവത്തിലൂടെ അത് വായിച്ചെടുക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് മരണം ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അത് അംഗീകരിപ്പാൻ തക്കവണ്ണം അതിൽ ദൈവവചനത്തിൽ നമുക്ക് ബലപ്പെടുവാനും ആശ്വസിക്കുവാനും തക്കവണ്ണം സാധിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും നമ്മുടെ പ്രതീക്ഷകളൊക്കെ നശിക്കുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് ആശ്വാസത്തിനായിട്ടുള്ളത് ദൈവത്തിന്റെ വചനമാണ്, ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ അഭിനയ തിരുമേനിയുടെ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാനും അഭിനയ തിമോത്തിയോസിനും കൂടെ കടന്നു. 55 വയസ്സ് മാത്രമേ ഉള്ളൂ ആ വ്യക്തിക്ക്. കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആ ഒരു അവസ്ഥ, അവരുടെയൊക്കെ അവരുടെ ആ മൃതശരീരത്തിന് സമീപിക്കുന്ന ചിത്രം എന്റെ മനസ്സിലിങ്ങനെ പച്ചപിടിച്ച് നിൽക്കുകയാണ്. മരണമല്ലേ, അത് മരണമാണ്. 92 വയസ്സ് കടന്നു പോകുന്ന അമ്മച്ചിയുടെയും മരണമാണ്. ഞാൻ ജ്യോതിഷമൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും എന്റെ കൂടെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 33 വയസ്സിന് താഴെ അല്പായുസ, 33 മുതൽ 70 വരെ മധ്യായുസ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ആയുസിന്റെ മധ്യത്തിൽ എന്തുവാ പ്രാർത്ഥിക്കുന്നത്, എന്നെ എടുത്തു കളയരുതെന്ന് പറയും. അപ്പൊ അമ്മച്ചി ആയുസിന്റെ മധ്യം ഒക്കെ കഴിഞ്ഞു. 70 വയസ്സിന് പിന്നീട് പോയാൽ അത് പിന്നീട് 70 വയസ്സിന് മേലുള്ളതെല്ലാം ദീർഘായുസ. അപ്പൊ ദീർഘായുസിൽ
92 സംവത്സരം ജീവിച്ച അമ്മച്ചി ദീർഘായുസിന്റെ കാലഘട്ടത്തില് ഒരു 120 വയസ്സ് വരെ പോയാൽ പരമായുസ് എന്നൊക്കെ പറയും. 120 വയസ്സൊന്നും ആരും പോകാറില്ല. ഏതായാലും ഈ പ്രിയ അമ്മയ്ക്ക് ദീർഘായുസിൽ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യം, ഞാൻ ഓർമ്മിപ്പിച്ച വാചകത്തിൽ ഒരു വാസസ്ഥലത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പിക്കാൻ. എന്റെ പിതാവിന്റെ ഭവനത്തിലെ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈ വാസസ്ഥലം ദൈവം നമുക്ക് മുന്നേ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ലഭിക്കുമോ ഈ വാസസ്ഥലം? ക്രൈസ്തവ ദർശനത്തിലെ 3 കൊച്ചു വാചകം പറയുകയാണെങ്കിൽ, ഒന്ന്, those who are believing in our Lord Jesus Christ, those who are living Jesus Christ, those who are dying Jesus Christ. വലിയ അർത്ഥമുള്ള കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ആ വാസസ്ഥലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, വേദപുസ്തകത്തിലെ താക്കോൽ വാചകമായിട്ട് ഓർമ്മ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സോ കർത്താവിൽ അവർക്കുള്ളതായ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. എറ്റേണൽ ലൈഫ് ഇസ് ദ റിവാർഡ് ആൻഡ് പ്രോമിസ്. നിത്യജീവനാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. കർത്താവിൽ വിശ്വസിക്കാതെ ജീവിച്ച് ഒരുപക്ഷെ സമൂഹത്തിലൊക്കെ ഉന്നതമായ പദവിയൊക്കെ അലങ്കരിച്ച ധാരാളം ആളുകളുണ്ട്. ഇതൊക്കെ ഈ ലോകത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ച വ്യക്തിത്വങ്ങളൊക്കെ. വോൾട്ടയറൊക്കെ ഒരു ക്രൈസ്തവനായിരുന്നു, ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. അന്ന് പള്ളിയും പട്ടക്കാരും ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ച ആ മനുഷ്യൻ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ രോഗമൊക്കെ വന്ന് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മനോഹരമായി നമുക്കൊക്കെ വളരെ ചിന്തോദ്ദീപകമാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യനാണ്. പക്ഷെങ്കിൽ അതെല്ലാം പേരും പെരുമയും എല്ലാം ഒക്കെ ആർജിച്ചു. പക്ഷെ ദൈവവിശ്വാസിയായിരുന്നല്ല, പള്ളി പോകുന്നില്ലായിരുന്നു, ദൈവത്തിലുള്ള വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ആ അവസാനം ജീവിതത്തിലെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ഈ ലോകം വിട്ടുപോകാൻ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, ഓ ഐ ആം സിംഗിങ് ഡീപ് ഡീപ് ഇൻ ടു ദി ഫയർ ഓഫ് ഹെൽ, ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ. എന്റെ ആത്മാവ് നിത്യനരകത്തിന്റെ അഗാധതയിലേക്ക് താണു പോകുന്നു, ആരെന്നെ വിടുവിക്കും എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ മഹാനായ വോൾട്ടയർ ഈ ലോകം വിട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മള് ഭാഗ്യമുള്ളവരാ. നമുക്ക് എറ്റേണൽ നിത്യജീവൻ നമ്മുടെ അവകാശമാണ്, നമ്മുടെ പ്രതീക്ഷയാണ്. ഈ അമ്മച്ചിയുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് എന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം ഈ അമ്മച്ചിക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം. ആ അനുഭവത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തുവാനും പരിപാലിക്കുവാനും ഒക്കെ ദൈവം തമ്പുരാൻ ഇടയാക്കി. ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഭവം, കുടുംബത്തെ നന്നായിട്ട് പരിപാലിക്കുവാൻ കഴിഞ്ഞില്ലേ, മക്കളെ നന്നായിട്ട് വളർത്തുവാൻ, അവരുടെ സൗഭാഗ്യകാലങ്ങളൊക്കെ കാണുവാനൊക്കെയുള്ള അവസരങ്ങളെ ലഭിച്ചു. എത്രയോ ആളുകൾ അതിന് വ്യത്യസ്തമായ ജീവിത കാഴ്ചപ്പാടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ക്രിസ്തുവിലുള്ളതാ ഇന്നത്തെ കാലഘട്ടം. നമുക്കറിയാം, ഇന്നത്തെ ആളുകൾ ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്, ദൈവത്തിലാണോ ജീവിക്കുന്നത്? എന്തൊരു മ്ലേച്ഛകരമായിട്ടുള്ളതായ, എന്തൊരു വളരെ ജുഗുപ്സാവകമായിട്ടുള്ളതായ ഒരു അവസ്ഥ നമുക്ക് ചുറ്റുപാടിൽ നിൽക്കുന്നു. അവിടെ ക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം, അതുപോലെ മൂന്നാമത് ക്രിസ്തുവിൽ മരിക്കുവാനുള്ളതായ അവസരം ഈ അമ്മയ്ക്ക് ലഭിച്ചു. ഒരു ഭക്തൻ അവരെല്ലാം കണ്ടു. അതിലോ ദൈവം നമ്പുരാൻ കൊടുത്ത സമയം സാവകാശമൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ച് ദൈവത്തിലെ പ്രത്യാശയിൽ ജീവിപ്പാൻ തക്കവണ്ണം സാധിച്ചു. ഈ ലോകബന്ധത്തിന്റെ നിസ്സാരതയൊക്കെ മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിച്ചു. ഭക്തന് വീണ്ടും ഓർമ്മിപ്പിക്കാതെ, ഡൈ എ ലിറ്റിൽ എവറി ഡേ യു വിൽ ഹാവ് ലിറ്റിൽ ടു ഡൈ ഇൻ ദ ലാസ്റ്റ് ഡേ. ഓരോരോ ദിവസവും നീ അല്പാൽപമായി മരിക്കുക. ഈ ലോകബന്ധങ്ങളോടെ മരിക്കുവാനുള്ള ആഹ്വാനമാണ്. എങ്കിൽ നിനക്ക് അത് കുറച്ച് മരിച്ചാൽ മതിയാകും എന്നുള്ള അനുഗ്രഹീത ചിന്തയാണ്. അമ്മ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഭാഗ്യമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ മരിക്കുവാനുള്ളതായ ഭാഗ്യം ഈ അമ്മയ്ക്ക് ലഭിച്ചു. ആ വലിയ പ്രത്യാശ ക്രിസ്തു നിറഞ്ഞ അനുഭവത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാവെന്ന് പറഞ്ഞു. മരണത്തെ വെല്ലുവിളിച്ചു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അതൊക്കെ ക്രിസ്തുവിലുള്ള നിറഞ്ഞ പ്രത്യാശയിൽ ഉള്ളതായ ഒരു ജീവിത അവസ്ഥയായിരുന്നു. വാത്സല്യമുള്ളവരെ, വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ മരണം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ സന്തോഷത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ട് തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കും. ആർക്കാ പ്രതീക്ഷ നശിക്കുന്നത്? ആര് മരിക്കുമ്പോഴാ? ദുഷ്ടൻ മരിക്കുമ്പോൾ പ്രതീക്ഷയൊന്നുമില്ല. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ദൈവത്തിന്റെ വചനമാണ്. എപ്പോ മരിക്കട്ടെ, എങ്ങനെ മരിക്കട്ടെ, ദൈവമുള്ളവരായി മരിച്ച അവന് പ്രത്യാശയുണ്ട്. ഈ അമ്മച്ചി 92 സംവത്സരം ഈ ലോകത്തിൽ ജീവിച്ചു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അനുഗ്രഹകരമായി ശാന്തകര ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കൊണ്ട് ഇവിടെ മരണമെന്ന വാക്കിന്റെ അർത്ഥം മരണം. എന്റെ അർത്ഥം എന്ന് വെച്ചാൽ മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, രണം, യുദ്ധമില്ല. ഇനി അമ്മച്ചിക്ക് ഈ ലോകത്തിലെ യാതൊന്നിനോട് യുദ്ധം ചെയ്യേണ്ട, ഓരോ രോഗത്തോടോ മറ്റ് യാതൊരു പ്രതിസന്ധികളോടും ഈ അമ്മച്ചിക്ക് യുദ്ധം ചെയ്യേണ്ട ശാന്തമായൊരു അന്തരീക്ഷം. അതുകൊണ്ടാണ് ഭക്തന്മാർ തിരുവചനം ഓർമ്മിപ്പിക്കും,
ഡെത്ത് ഇസ് എ റെസ്റ്റ് ഇൻ അവർ ലൈഫ്, ഇറ്റ് ഇസ് എ സൗണ്ട് സ്ലീപ്പ് ഇൻ അവർ ലൈഫ്. ജീവിതത്തിലെ വളരെ ഒരു റെസ്റ്റിന്റെ, അതുപോലെ ഒരു സുഖകരമായ ഉറക്കത്തിന്റെ അനുഭവമാണ്. ഇനിയും നടക്കാൻ പോകുന്ന ഒരു ശവ സംസ്കാരമാണ്. ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഈ ലോകത്തിൽ നമുക്കൊരു സംസ്കാരമുണ്ട്. അതിന്റെ പ്രത്യേകതയൊക്കെ ഇപ്പൊ നമുക്കറിയാം. ഈ ലോകത്തിൽ ഇപ്പോൾ ഓടുന്ന സംസ്കാരത്തിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. ഈ അമ്മച്ചി ഇനി വേറൊരു സംസ്കാരത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്. വേറൊരു സംസ്കാരത്തിനായിട്ട് ഈ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് സന്തോഷത്തിന്റെയാണ്, പ്രത്യാശയുടേതാണ്, നന്മയുടേതാണ്, അനുഗ്രഹത്തിന്റേതാണ്. വളരെ ഭാഗ്യകരമായ 92 സംവത്സരം ഈ ലോകത്തിൽ ധന്യമായിട്ട് ജീവിച്ച് പ്രത്യാശയോടെ ഈ ലോകത്തിലെ അനുഗ്രഹ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയൊക്കെ കണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ജീവിച്ച് കടന്നു പോകാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ സഹായിച്ചു. പ്രിയ അമ്മയുടെ ജീവിതത്തെ ഓർത്ത് നമിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ കാണുന്നു. ഇമ്പങ്ങളുടെ പരദീസയിൽ വസിക്കുവാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിൽ പ്രിയ ജോയിക്കുട്ടിയും ഐസിയും ഒക്കെ എന്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ ആ ഒരു പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. തിരുമേനിയുടെ സഹോദരന്റെ ശവസംസ്കാരത്തിന് പോലും ഒരുപക്ഷെ വേറൊരു പഴുത് കണ്ടുപിടിച്ച് അത് മാറ്റിവെച്ചിട്ട് ഞാനിത് എനിക്ക് അവരോടുള്ളതായ സ്നേഹവും കടപ്പാടുമാണ്. ഈ വിവാഹ ശുശ്രൂഷ നടന്നിട്ട് പോലും അവരോട് അവിടെ ഒരു ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൗകര്യത്തിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് സ്ഥലം വിടുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി 1-2 മണിക്കൂറൊക്കെ എടുക്കുവാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ വന്ന് ചേരുവാനുള്ള ഒരു ഭാഗ്യമാണ്, നിയോഗമാണ്. ദൈവം നിന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിക്കുന്നതായ കുഞ്ഞുങ്ങളോട്, കുടുംബങ്ങളോട്, ബന്ധുമിത്രാദികളോട്, പ്രിയപ്പെട്ടോട് ചേർന്ന് എന്റെ ദുഃഖം ഞാൻ പങ്കിടുകയും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ ആത്മാവ് നിത്യശാന്തി നേർന്നുകൊണ്ടും വന്യ ശമുലച്ചൻ തന്ന ഈ അവസരത്തിനായിട്ടുള്ള പ്രത്യേകമായ നന്ദി അച്ഛനോടും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. താങ്ക് യു വെരി മച്ച് അച്ഛാ. വീണ്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ കർത്താവേ, നിന്റെ പ്രിയ മകനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദിവ്യ സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയമാതാവ് നിന്നെ വിശ്വസിച്ചു, നിന്നിൽ ജീവിച്ചു, നിന്നിൽ മരിച്ചു. നന്ദിയോടെ നിനക്ക് സ്തോത്രം. അതുപോലെ ഞങ്ങൾ നിന്നെ വിശ്വസിച്ച്, നിന്നിൽ ജീവിച്ച്, നിന്നിൽ മരിക്കുന്നതായ ഭാഗ്യാനുഭവം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമേ. മനോഹരമായ രാജ്യം നീ ഞങ്ങൾക്കായി ഒരുക്കുന്നതോർത്ത് സ്തോത്രം. ആ രാജ്യത്തിൽ വന്നെത്തപ്പെടുവാനുള്ള പ്രത്യാശയും ഒരുക്കവും ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് രക്ഷിതാവൻ മൂലം അപേക്ഷിക്കുന്നു. പിതാവേ, കരുണയോടെ കേട്ട് ഉത്തരമരളയണമേ. ആമേൻ. നമ്മൾ പാടുന്നു, അവർ പാടുന്നു, അവരൊന്ന് 2 പാട്ട് പാടും.
ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്യെത്തും ഏണിപ്പോ പ്രകാശമാ ദൂതർ വിളിക്കുന്നേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും. കൽത്താലായി നയേ ബേതേലാക്കും എൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. ആകാശമാർഗമാ മഹോന്നതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിൻ ക്രൂശ്
ദൈവമേ ഞാൻ ചേരട്ടെ. ആശ്വാസവചനങ്ങൾ പറയുവാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. ദയവായി മുൻപോട്ട് വരാം. അറിയാവുന്നവർ ചേർന്ന് പാടുക. ലോകമം ഗംഭീരവാരിധിയിൽ. ലോകമം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളം അപ്പസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ചേതമെന്നെണ്ണി ലാഭം. അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ. ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ
ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ ഇന്ന് ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. ഇന്ന് ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിന്നിതം എന്തെന്ന് ഞാനറിയുവാൻ എൻ മനം ഇടുന്നേ നിത്യം യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, വന്നിടുന്നേ ഇഷ്ടം വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, എന്റെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുതായേകണേ പ്രിയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ പൂർണ്ണമായ
കാക്കണേ. കർത്താവിൽ പ്രിയരെ, ദൈവം ധന്യമായ ഒരു ആയുസ് നൽകി ലോകത്തിലേക്ക് അയച്ചു. ദൈവം ഏൽപ്പിച്ചായിട്ടുള്ള ദൗത്യം അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിച്ച പ്രിയ മാതാവിനെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചെടുപ്പിച്ചു. നമ്മളിപ്പോൾ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാനായിട്ട് ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ എല്ലാ ആളുകളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് 20 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം അച്ചടക്കത്തോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഇത് നമ്മുടെ പ്രത്യാശയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ്. മരണം എന്ന് ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിനപ്പുറമായ ജീവൻ നൽകിയ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും ദൈവകരങ്ങളിലെ ഫലമേൽപ്പിച്ച് പ്രത്യാശയുടെ യാത്രയ്ക്ക് നിങ്ങൾ അവസരമാകുന്നു. ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കത്രേ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയില് പിന്നെയോ തന്മോട്ടാൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവെ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തിലും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെക്കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ കുലസുബാൻ ലോൽമീ. ജനതകളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവ ശേഖരിക്കുന്നു എന്നവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചുപോയി. നീ മനുഷ്യനെ ശിക്ഷിച്ച് അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും ആവി പോലെയാകുന്നു. ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്തു.
കർത്താവേ, അവനെ നീ അറിഞ്ഞ മനുഷ്യനും അവനെ നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്നാൽ അവൻ നമ്മുടെ മനസ്സിലിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്നവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അറിയപ്പെടുന്നുമില്ല. കർത്താവിന്റെ കൃപയോ ആദ്യം മുതൽ എന്നേക്കും അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നാമോ ഇന്നു മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്മോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മൺമയനായ ആദാമിൻ മക്കൾക്ക് പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മിശിഹാനാഥ, ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം മിശിഹായേ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മിശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. നിൻ മഹിമയ്ക്ക് ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും. ന്യായാധിപനാം മിശിഹായേ, ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ. ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ശുദ്ധിയെന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ ദൃശ്യതയുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അഞ്ഞുപോകാത്ത നല്ല പ്രബലതയും നേരമൊക്കെ നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ പ്രാപിച്ചിരിക്കുന്ന ഉയർത്തി നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും നിന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നതിനുമായ മസിഹാ തമ്പുരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ സകലത്തെ നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും അവൻ നൽകി. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലാകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു.
കരുണയുടെ പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായ നിന്റെ ഏകപുത്രനെ നീ അയച്ച് തന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കും ഞങ്ങളുടെ ഈ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തെ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവെ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നു ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസയേറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഇവൾ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായി പ്രത്യാശിക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, നിന്റെ ദാസിയുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരെയും പ്രത്യേകമായി നിന്റെ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളഞ്ഞ് ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാ ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മികവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടണമേ. നിന്റെ സിംഹാസനം മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കുരിശുമൂലമുണ്ടായ ജയമിതാ എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാനത്തിങ്കിൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോട് കൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചും കൊണ്ട് മൗത്തത്തിന്റെ വെള്ളനിലേക്ക് ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നതെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്കാം. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാനിനി നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിയാ രാജാവിന്റെ എഴുന്നള്ളത്തെങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവരുത്തനും ഒരു നാളും മരിക്കയിലും നല്ല ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരത്തക്കവണ്ണം
അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടർന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുകയിൽ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ സൗകുടിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ഫലവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരമായ സകല ഒഴിഞ്ഞൊന്നുമില്ലാത്തതുപോലെ മഞ്ഞുപോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുകയും. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന ദിവസത്തിൽ അവരുടെ ശരീരങ്ങളെ വീട്ടിലിരിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവനടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കൊത്താമോ നീതിയായി ഫലമേകു. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരേ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്ക. മനുഷ്യരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത്. മനുഷ്യരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവരിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ല എന്ന ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിനുള്ള കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർഷമത്രേ. നിങ്ങളുടെ പാപങ്ങൾ ലഭിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആഴ്ചയിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് സകല മനുഷ്യരും അച്ഛന്മാരത്രേ. കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ദൈവം അനുഗ്രഹകരമായ ആയുസ് നൽകി ഈ ലോകത്തിൽ നിയോഗിച്ചാക്കി. ദൈവത്തിൻ്റെ ധന്യമായ കൃപ അനുഭവിപ്പാനായിട്ട് പ്രിയ മാതാവിന് സാധ്യമായി തീർന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ അമ്മച്ചി ദൈവകൃപ അനുഭവിച്ചപ്പോൾ അതിനൊരു വ്യത്യസ്തതയുണ്ടായിരുന്നു, മാധുര്യം ഉണ്ടായിരുന്നു. അത് കർത്താവിനോടുള്ള ഭയഭക്തിയിൽ ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് സാധ്യമായി തീർന്നു. പ്രത്യേകിച്ച് അമ്മച്ചി 30-ൽ-അധികം പ്രാവശ്യം വേദപുസ്തകം ആദിയോടന്തം വായിക്കുവാനായിട്ട് സമയം കണ്ടെത്തി. ചുമ്മാ അത് വായിക്കുകയല്ലായിരുന്നു, അത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ അമ്മച്ചി വന്ന് കാണുന്ന ആളുകളോട് ദൈവവചനം പറയാനായിട്ട് നല്ല പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാക്യമൊക്കെ ധാരാളം വാക്യങ്ങൾ കാണാതെ പറയുമായിരുന്നു. തൻ്റെ ജീവിതയാത്രയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോയി പാർക്കുവാനായിട്ട് കൊച്ചുമക്കളെയൊക്കെ വളർത്തുവാനൊക്കെ നല്ല ഭാഗ്യമൊക്കെ ലഭിച്ചു. ആ സമയത്ത് അവിടെ പള്ളിയിലും ആരാധനയിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു. ഇവിടെ വന്നതിന് ശേഷവും ഞാനിവിടെ വരുമ്പോഴാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കാതെ പോകാനായിട്ട് അമ്മച്ചി അനുവദിക്കത്തില്ല. അമ്മച്ചിക്ക് പറയാനായിട്ടുള്ള ദൈവം ചെയ്ത കാര്യങ്ങളും ദൈവം നടത്തിയ വഴികളൊക്കെയാണ്. ദൈവവചനത്തെക്കുറിച്ച് പറയുവാനായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുക തന്നെയാണ്. ആ അനുഭവിച്ച ദൈവകൃപയ്ക്ക് തിരിച്ച് ദൈവത്തോടുള്ള ഒരു നന്ദിയുടെ ജീവിതമായിരുന്നു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതം. അത് ഏറ്റവും അനുഗ്രഹകരമായ ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടതായിട്ടുള്ള വേദഭാഗം അവസാനിച്ചെങ്ങനെയാണ്? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. എന്നാൽ നമ്മളിവിടെ പ്രാർത്ഥനയ്ക്ക് കൂടെ ഇപ്പോൾ ആ ഭാഗമൊക്കെ ധ്യാനിക്കുകയുണ്ടായി. അതായത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി മാത്രം വിശ്വാസികളായിരിക്കുന്നു, പിന്നെ ഭക്തരായിട്ട് ജീവിക്കുന്നു.
ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആണെന്നല്ല പൗലോസ് പറയുന്നത്. ഏകദേശം നമ്മളെ പഠിപ്പിക്കുക അത് ഏറ്റവും അരിഷ്ടനായിട്ടുള്ള മനുഷ്യരാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തെ വിളിക്കുക ആരാധിക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യ ജീവിതമല്ല. മറിച്ച് എന്താണ് ക്രിസ്ത്യ ജീവിതം? ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവിനോടുകൂടെ ജീവിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ഈ ലോകത്തിൽ പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം വരുമ്പോൾ അതിനെ ഓർത്ത് പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, മറിച്ച് എന്താണ്? ദൈവത്തോടുകൂടെ ആയിരിക്കുക. അതുപോലെ തന്നെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായിത്തീരുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനൊക്കെ അതാ പറയുന്നത്, ഞാൻ വളരെ കഷ്ടതയും ത്യാഗമൊക്കെ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഘോഷകനായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എനിക്കത് ചെയ്യാതിരിക്കാനായിട്ടൊക്കത്തില്ല. സുവിശേഷം അറിയിപ്പാൻ എന്നെ ലാഭവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരായിട്ടല്ല, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ടുമല്ല, മറിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഉള്ള നന്ദി സൂചകമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനായിട്ട് ജീവിക്കുക. ഈ ലോകം വിട്ടു കഴിഞ്ഞാലും കർത്താവിലുള്ള പ്രത്യാശയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായമാണ് നമ്മൾ വായിച്ചത്. പൗലോസിന് താൻ കർത്താവിനോട് ജീവിക്കുന്നതിന് ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. അത് 2 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിൽ നിർത്തും. അപ്പോൾ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, അതിനപ്പുറമായിട്ട് ഉയർപ്പുണ്ട്. ആ ഉയർപ്പിൻ്റെ പ്രത്യാശ എന്താണ്? യേശുവിനെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളെ ഉയർപ്പിക്കും. പിന്നെ ആരാണ് കേൾക്കുക? നിങ്ങളെയും ഉയർപ്പിക്കും. പറയുന്നത് ഒരു ഉദ്ദേശ ഊഹാഭവമൊന്നുമല്ല, ഉയർപ്പിച്ച് യേശുവിനെ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതായത് പൗലോസ് ക്രിസ്തീയ സുവിശേഷ വിലയത് നല്ലൊരു ഉറപ്പിലാണ്. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ, മരണം കഴിഞ്ഞാൽ എവിടെ നിൽക്കണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ എന്താണ് ഉത്തരവാദിത്വം? ഈ കർത്താവിൻ്റെ വകയായിട്ട് എല്ലാവരെയും ക്ഷണിക്കുക. അതുകൊണ്ട് പൗലോസ് തന്നെ കൊലോസ്യർക്കെഴുതി പറയുന്നുണ്ട്, നിങ്ങളാരും നിഷ്ഫലന്മാരായി പോരുന്ന എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ സുവിശേഷം പറഞ്ഞ് കേട്ട വിശ്വസിച്ച ആളുകൾ പ്രയോജനരഹിതരായിട്ട് തീരരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഓടി നടന്ന് കർത്താവിൻ്റെ വേലയൊക്കെ നിർവഹിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി നമ്മെ വിട്ട് കടന്നുപോയി. അമ്മച്ചിക്ക് നല്ല പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നു. മക്കൾ 6 പേരുണ്ട്. അവർക്ക് ഈ പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അവർ തന്നെ അവരുടെ പ്രത്യാശയെക്കുറിച്ച് ഉറപ്പാക്കേണ്ട ഒരു അവസരമാണ്. ഈ അമ്മച്ചിയെ ഇനി നമുക്ക് കാണാനായിട്ടൊരു അവസരമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും വന്ന് കാണുവാനായിട്ട് സാധ്യമായി തീരും. അപ്പോൾ എന്ത് വേണം? അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുവാനായിട്ടിടയായിത്തീരണം. വിശ്വാസ സമൂഹം ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ്. അതിന് പ്രത്യാശയുള്ള ജീവിതം കർത്താവിന് നല്ല സാക്ഷിയായിട്ട് നിലനിൽപ്പാനായിട്ട് ഇടയായിത്തീരണം. ആ ഒരു വലിയ പ്രത്യാശയാണ് നമ്മെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഇന്ന് നമ്മോടുകൂടെ ഉണ്ട്. അവരുടെയും വലിയ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലൊക്കെ വന്ന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഈ ആയുസ് കഴിയുമ്പോൾ കർത്താവിന് സ്ഥലം ചേർക്കപ്പെടുവാനായിട്ട് നമ്മെ ഒരുക്കുകയും അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യാനിടയായിത്തീരണം. ഈ പ്രിയ മാതാവ് മക്കളുടെ കാര്യമൊക്കെ നോക്കി, പ്രത്യേകിച്ച് ഈ അവസാന നാളുകളിൽ വലിയ ഭാഗ്യവതിയായിരുന്നു. കാരണം മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വരും പോകും. ജോളിച്ചാൻ സ്ഥിരമായിട്ട് കുടുംബമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ശുശ്രൂഷ അമ്മയ്ക്ക് ലഭിച്ചു. അപ്പോൾ മക്കളെ നന്നായിട്ട് വളർത്തിയ അമ്മ, അമ്മയെ ശുശ്രൂഷിക്കുന്ന മക്കൾ, സുന്ദരമായൊരു കാഴ്ചപ്പാടാണ്. ഇതൊരു സ്വർഗത്തിൻ്റെ പ്രതീകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുകയും കരുതുകയും ചെയ്യുന്നത്. പ്രിയ കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദുഃഖത്തിലേക്കുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്രേ. ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവിടുന്ന് അവസരം തരുന്നു, ആയുസ് തരുന്നു. ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ താങ്ങി നടത്തുന്നു. ഞങ്ങൾ തളർന്നു പോകാൻ നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ ശക്തീകരിക്കുന്നു, ധൈര്യപ്പെടുന്നു. കർത്താവെ, പ്രത്യേകിച്ച് അവിടുന്ന് നൽകിയതായ ആയുസ് ഭംഗിയായി പൂർത്തീകരിച്ച് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അങ്ങയുടെ കൃപ അനുഭവിച്ചറിഞ്ഞ് കർത്താവ് ആഗ്രഹിച്ചപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടതായ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. കർത്താവെ, നിന്റെ മകൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾക്കൊക്കെ നൽകിയതായ നല്ല മാതൃകകൾക്കായിട്ട് സ്തോത്രം. ധന്യമായ ജീവിതത്തിനായിട്ട് സ്തുതിക്കുന്നു.
കർത്താവ് എന്ത്യത്തോളം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്റെ മകളെ ഇടയാക്കിയല്ലോ. ആയുസ്സിൽ കടന്നുപോയ അനുഭവങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽപ്പാനും കർത്താവിന്റെ കൃപകൾ അനുഭവിച്ച് കർത്താവെ നല്ല സാക്ഷ്യം വഹിപ്പാനും അവിടുന്ന് ഇടയാക്കിയല്ലോ. കർത്താവെ തൻ ദൈവത്തിലുള്ളതായ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം മക്കളെ ആ വിധത്തിൽ, കൊച്ചുമക്കളെയും ആ വിധത്തിൽ കർത്താവെ വളർത്തിയെടുക്കുവാനും അവരുടെ നന്മ കണ്ട് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് നിന്റെ മകളെ ഇടയാക്കിയല്ലോ. കർത്താവെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ എല്ലാവരെയും കുടുംബങ്ങളായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേദനയും ഭാരവും പ്രയാസവും ദുഃഖവും ഒക്കെയുണ്ട്. എന്നാൽ കർത്താവെ അവിടുന്ന് നൽകിയിട്ടുള്ള ആശ്വാസത്തിന്റെ വചനങ്ങൾ, പ്രത്യാശയുടെ വചനങ്ങൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതാണല്ലോ. കർത്താവെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയ ദൈവത്തെ വിശ്വസിപ്പീനും വിശ്വസിപ്പീനെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ. ഞങ്ങൾ ദൈവവിശ്വാസത്തോടും ദൈവാശ്രയത്തോടും കൂടെ കർത്താവെ പ്രിയദാസിയെ യാത്രയപ്പാൻ തക്കോണം ആശ്വസിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലായ്പ്പോഴും അവിടുന്ന് ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ താങ്ങി നടത്തുന്നല്ലോ. ആ വലിയ കരുതൽ അനുഭവിപ്പാൻ തക്കോണം ഇടയാക്കണമേ. ബഥാനിയിലെ ഭവനത്തിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അവർക്ക് വലിയ ബലവും ധൈര്യവുമായി തീർന്നതുപോലെ ഇന്ന് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനവും കർത്താവെ ധൈര്യപ്പെടുവാൻ, പ്രത്യാശ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവിച്ചിരുന്നതിൽ വിശ്വസിച്ചവരാരും നിന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് അവിടുന്ന് അറിയിച്ചതല്ലോ. പ്രകാരം കർത്താവെ നിന്റെ മകൾ കർത്താവ് നിത്യതയുടെ അവകാശിയായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് അനുസൃതമായ ജീവൻ നയിപ്പാൻ ഞങ്ങളെയും ഇടയാക്കണമേ. കർത്താവെ ഞങ്ങൾക്ക് മുമ്പേ പോയവരെ ഇനി ഞങ്ങൾക്ക് നിത്യതയിൽ കാണാമെന്ന പ്രത്യാശ അവിടെ തന്നിട്ടുണ്ടല്ലോ. കർത്താവെ പ്രകാരം നിത്യതയ്ക്ക് യോഗ്യരായി തീരുവാൻ ഞങ്ങളെല്ലാവരും ജീവിതങ്ങളെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുറന്നു നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളിലും കൃപയുണ്ടാകണമേ. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണ എല്ലാവരെയും കൂട്ടിവരുത്തണം. പ്രത്യാശയോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും പ്രിയ മാതാവിനെ യാത്ര ചെയ്യിപ്പാൻ പ്രിയപ്പെട്ടവരെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. നല്ല മാതൃകളെ പിൻപറ്റുവാൻ ഞങ്ങളെ ഒരുക്കണം. എല്ലാ കൃപകളാലും നിറയ്ക്കണം. സ്വർഗീയ സമാധാനം കൊണ്ട് വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിനാൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. രാജ്യം വരണമേ. സുഖത്തിലെ പോലെ കൊയിലാണ് ഞങ്ങൾക്ക് ആശ്ലാഹാരം തരണമേ. ഞങ്ങൾക്ക് ആശ്വസിക്കുന്നത് പോലെ ദോഷം ക്ഷമിക്കണമേ. ശക്തി മഹത്വം സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സകല ദോഷങ്ങളും നിങ്ങളെ കാത്തുമറച്ച് എല്ലാ നന്മകൾക്കും നിങ്ങളെ യോഗ്യതയും പാത്രതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ശവസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗമായിട്ടുള്ള ഭവനത്തിലെ ശുശ്രൂഷ ഇപ്പോൾ പൂർത്തിയായി. രണ്ടാം ഭാഗം ശുശ്രൂഷയ്ക്കായിട്ട് ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് മുമ്പായിട്ട് ഇപ്പോൾ വന്ന് ആർക്കെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ വന്ന് കാണാനായിട്ടുള്ള അവസരമാണ്. വന്ന് ഏതെങ്കിലും ആളുകൾ കാണാനായിട്ടുള്ള സൗകര്യം ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് മാറിക്കൊടുത്താൽ അവർക്കൊന്ന് കാണാനായിട്ട് സാധിക്കും. ഞാൻ
പറഞ്ഞിട്ട് തരാമേ, പറഞ്ഞിട്ട് തരാം. കണ്ട ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോരണം. ബാക്കി ഇനി കാണുന്ന ആളുകളുടെ നിൽപ്പുണ്ട്.